നമസ്കാരം. ശബരിമല അന്വേഷണം മറ്റൊരു ദിശയിലേക്ക് നീങ്ങുന്നു. ഉന്നതന്മാരുൾപ്പെടെ ഇപ്പോൾ അകത്താകുന്ന ലക്ഷണമാണ് കാണുന്നത്. അതായത് കേസ് കടകംപള്ളി സുരേന്ദ്രനിലേക്കും PS പ്രശാന്തിലേക്കും ഒക്കെ നീളുമ്പോൾ കേസ് മറ്റൊരു ദിശയിലേക്കാണ്. അതായത് ഉന്നതന്മാരുൾപ്പെടെ കുടുങ്ങുകയാണ്. കാരണഭൂതന്മാരിലേക്ക് അന്വേഷണം എത്തുകയാണ്. ഇതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ വഴിത്തിരിവ്. അയ്യൻ്റെ സ്വർണം കട്ട ഓരോരുത്തരും കൽത്തുറുങ്കിലാകും എന്ന ഉറപ്പാണ്. അന്വേഷണ ഏജൻസി വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട സജീവമായിട്ടുള്ള ശ്രമത്തിലാണ്. എന്തായാലും ഇവരെല്ലാവരും കുടുങ്ങും എന്ന ഉറപ്പാണ്. ശബരിമലയിലേക്ക് സ്വർണം കട്ടുകൊണ്ടുപോയ ഇവർ എവിടേക്കാണ് ഈ സ്വർണം കടത്തിയത്? എന്തൊക്കെ ആവശ്യത്തിനാണ് സ്വർണം കടത്തിയത്? ഇനി ഈ കേസുമായി ബന്ധപ്പെട്ട മറ്റെന്തെങ്കിലും തരത്തിലുള്ള വഴിത്തിരിവുകളിലേക്ക് ഇത് നീളുമോ? ഇതാണ് നമുക്ക് ഈ നിമിഷം പരിശോധിക്കേണ്ടത്. അതായത് ഈ കേസിന് നമുക്ക് അറിഞ്ഞിടത്തോളം 2 ട്രാക്കുകളാണുള്ളത്. ഒന്ന്, ഭരണകൂടം നടത്തുന്ന കടുംകൊള്ള, അഴിമതി. അതോടൊപ്പം തന്നെ മറ്റൊരു ട്രാക്ക് പുരാവസ്തു തട്ടിപ്പ് സംഘം, പുരാവസ്തു കടത്തൽ സംഘവുമായി ബന്ധപ്പെട്ടതാണ്. ആ ട്രാക്കിലാണ് ഡി മണി അഥവാ ദിണ്ടുകൽ മണിയും അതോടൊപ്പം തന്നെ സ്മാർട്ട് ക്രിയേഷൻസും ഒക്കെ ഇതിൻ്റെ ഭാഗമായി വരുന്നത്. പങ്കജ് ഭണ്ഡാരിയും ഒക്കെ ഇതിൻ്റെ ഭാഗമായി വരുന്നത് ഈ അന്താരാഷ്ട്ര കടത്തൽ സംഘവുമായി ബന്ധപ്പെട്ടിട്ടാണ്. സുഭാഷ് കപൂർ ഒക്കെ നടത്തിയതുപോലുള്ള വലിയ രീതിയിലുള്ള പുരാവസ്തു കടത്തൽ തന്നെയാണ് ശബരിമല കേന്ദ്രമാക്കിയും നടത്തിയിട്ടുള്ളത് എന്ന് നിരീക്ഷകർ ഉൾപ്പെടെ അഭിപ്രായപ്പെട്ടു. അതായത് ശബരിമല സ്വർണത്തിന് സ്വർണം എന്നതിനപ്പുറം അതിൻ്റെ ആൻറ്റിക് വാല്യൂ, അതിൻ്റെ പുരാവസ്തു പരമായിട്ടുള്ള മൂല്യം വളരെ വലിയ ഒരു മൂല്യമാണ്. അത്തരത്തിലുള്ള ഒരു സാക്രഡ് വാല്യൂ ഉള്ള, അത്തരത്തിൽ പരിശുദ്ധമായിട്ടുള്ള ദൈവിക ചൈതന്യമുള്ള ഒരു വസ്തുവാണ് അവിടുത്തെ സ്വർണം. അതായത് അവിടുത്തെ ദ്വാരപാലക ശില്പങ്ങളിലെയും കട്ടളപ്പാളികളിലെയും സ്വർണം കൊടുത്താൽ അത് വാങ്ങുന്നത് അതിൻ്റെ ആൻറ്റിക് വാല്യൂവിൻ്റെ അടിസ്ഥാനത്തിലാണ്. അത്തരത്തിൽ ഈ കാര്യം വഴിമാറുമ്പോൾ ഇതിനി എവിടെയാണ് ചെന്ന് അവസാനിക്കുന്നത്? അമിത്ഷാ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അതായത് ഇവിടെ മാഫിയ സംഘങ്ങൾ പ്രവർത്തിച്ച് വളരെ ചീർത്തു കൂർത്തതിന് ശേഷം ഇവർ നേരെ വിദേശങ്ങളിലേക്ക് കടക്കും. വിദേശങ്ങളിലേക്ക് കടന്ന് അവിടെ ഇത്തരത്തിലുള്ളതായ മാഫിയ തട്ടിപ്പ് സംഘങ്ങളുമായി പ്രവർത്തിച്ചതിന് ശേഷം പിന്നീട് അവർ വഴിമാറുന്നത് ഭീകരവാദത്തിലേക്കാണ്. ഇതുമായി ബന്ധപ്പെട്ട് ദേശീയ തലത്തിൽ തന്നെ ഏകീകൃതമായ ഒരു അന്വേഷണ ഏജൻസി ഇതുമായി ബന്ധപ്പെട്ട ഡാറ്റകൾ കൈമാറാൻ വേണ്ടിയിട്ട് സംസ്ഥാനങ്ങളോടും പറഞ്ഞിട്ടുണ്ട്. അതായത് സംസ്ഥാനങ്ങളെല്ലാം ചേർന്നും അതോടൊപ്പം തന്നെ ദേശീയ തലത്തിലും ഒരു അന്വേഷണ ഏജൻസികൾ വരുന്നു. അതിനു വേണ്ടിയിട്ടുള്ള ഡാറ്റകൾ തയ്യാറെടുക്കുന്നതിൻ്റെ തിരക്കിലാണ് ഇപ്പോൾ കേന്ദ്രം. അതായത് സംസ്ഥാനങ്ങൾക്കാകെയും ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ നൽകി കഴിഞ്ഞു. അത് എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണെങ്കിലും പ്രധാനമായും ആ വിഷയത്തിൽ ടാർഗറ്റ് ചെയ്യപ്പെടുന്നത് ഇവിടെ മാഫിയ പ്രവർത്തനങ്ങളൊക്കെ നടത്തിയതിനു ശേഷം പുറം രാജ്യങ്ങളിലേക്ക് എത്തുകയും അവിടെ ഈ മേഖലയിൽ നിന്ന് നേരെ ഭീകരവാദ മേഖലയിലേക്ക് കടക്കുന്ന ആൾക്കാരെ കുറിച്ചുള്ള സമഗ്രമായ അന്വേഷണമാണ് നടക്കുന്നത്. അതായത് ശബരിമലയുടെ സ്വർണം ഏതെങ്കിലും ഒരു കാരണവശാൽ ഭീകരവാദികൾക്കിടയിലേക്ക് എത്തിപ്പെടാനുള്ള ഒരു സാധ്യതയും, ശബരിമലയുടെ സ്വർണം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ധനം ഭീകരവാദികളുടെ അടുത്തേക്ക് എത്തിപ്പെടാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ കഴിയുകയില്ല. അവിടെ ഏതെങ്കിലും തരത്തിൽ വാവരുടെ ആൾക്കാരാണേ ഞങ്ങൾ എന്ന് പറയുന്നവർക്കിടയിലേക്ക് ഈ സ്വർണം എത്തിപ്പെട്ടാൽ അത് ചെന്ന് നിൽക്കുന്നത് എവിടെയാണെന്ന് പോലും പറയാൻ പറ്റില്ല. അത്തരത്തിലായിരിക്കും ഈ സ്വർണത്തിൻ്റെ ഗതിവിഗതികൾ. അതായത് നമ്മൾ കൊടുത്ത നമ്മുടെ ധനം ഉപയോഗിച്ച് തന്നെ, ഹിന്ദുവിൻ്റെ ധനം ഉപയോഗിച്ച് തന്നെ ഈ രാജ്യത്തിനെ ആക്രമിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വഴുതി മാറും. ഈ രീതിയിൽ കൂടി ശബരിമല അന്വേഷണ സംഘം, ഈ രീതിയിൽ കൂടി ശബരിമലയിൽ ബന്ധപ്പെട്ട ഒരു അന്വേഷണം നടക്കേണ്ടതുണ്ട്. ഭാവിയിൽ അത്തരത്തിലുള്ള അന്വേഷണം നടക്കേണ്ടി വരും എന്നത് തീർച്ചയാണ്. കാര്യങ്ങൾ ഈ രീതിയിലാണ് പോകുന്നതെങ്കിൽ. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.